ശബരിമലയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഴിചാരി തലയൂരാൻ സർക്കാർ. അദ്ദേഹത്തിന്റെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുകളും ദുരൂഹമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന ഭക്തരെ പല രീതിയിൽ ചൂഷണം ചെയ്തെന്നാണ് സൂചനയെന്നും വി.എൻ. വാസവൻ ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായി നീങ്ങിയവരുടെ കൂട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടിയിട്ടാണ് കാര്യങ്ങൾ നീക്കിയതെന്ന് സംശയിച്ചാൽ തെറ്റു പറയാനില്ലെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. അതെ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും, എല്ലാം വെളിയിൽ വരണം. യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെയല്ല പണം, മറിച്ച് മറ്റു പലരും സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം സമഗ്രമായി നടത്തുകയാണ് വിജിലൻസ്. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എല്ലാം വെളിയിൽ വരണം. എല്ലാ കാര്യങ്ങളിലും തെറ്റായ രൂപത്തിലുള്ള ഇടപെടൽ ഇയാൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വെളിയിൽ ഓരോ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കെടുകാര്യസ്ഥതയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പഴിചാരി തലയൂരാനുള്ള ശ്രമമാണോ സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നത്? തീർച്ചയാണ്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവത്തിലും അതിന് പിന്നാലെ വന്ന സ്വർണ്ണ പീഠങ്ങളുടെ വിഷയത്തിലടക്കം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുകയും അതേസമയം തന്നെ ഇത് മാറ്റിയതിലടക്കം ദേവസ്വം ബോർഡ് സ്വീകരിച്ച നടപടികൾ കോടതിയിൽ വലിയ രീതിയിൽ വിമർശനം നേരിടുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരുന്നു. സർക്കാരിനെതിരെ വലിയൊരു ജനവികാരം ഈ അയ്യപ്പ സംഗമമെല്ലാം നടത്തുന്ന സമയത്ത് ഉയരാനും ഇതിനിടയായിരുന്നു. പക്ഷെ ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഈ സ്പോൺസറിൽ കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ പരാജയത്തിന് ശേഷം വിവിധ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകളും അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം വിഷയങ്ങൾ കേന്ദ്രീകരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വി.എൻ. വാസവൻ നൽകിയിരിക്കുന്ന മറുപടികളും. ഇത് സ്വർണ്ണ പീഠം കാണാതായി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് അയ്യപ്പ സംഗമത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ വാർത്ത വന്നത് ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പീഠങ്ങൾ ഇയാളുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയതിലടക്കം വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട്. ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വി.എൻ. വാസവൻ വിമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ, അതായത് ഈ സ്വർണം പൂശാൻ എന്ന രീതിയിൽ കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ, ശബരിമലയിലെ ഇടപെടലുകൾ സംബന്ധിച്ചും ദുരൂഹതയുണ്ട് എന്ന അടക്കമാണ് ഇപ്പോൾ വി.എൻ. വാസവൻ ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. 99 മുതലുള്ള വിഷയങ്ങൾ കോടതി പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരുടെയും ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അതും അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ എന്നാണ് ഇപ്പോൾ വി.എൻ. വാസവൻ കോട്ടയത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.